വെൽക്കം ടു അത്രാഷി ഹിനോട്ടി ബൈ T3 സൊല്യൂഷൻസ്. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 7th ഗ്രേഡ് CBSE NCERT മാത്സ് എക്സസൈസ് 9.2 13th ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. എ സർക്കുലർ ഫ്ലവർ ബെഡ് ഈസ് സറൗണ്ടഡ് ബൈ എ പാത്ത് 4 meter wide. The diameter of the flower bed is 66 meter. What is the area of this path? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സർക്കുലർ ഫ്ലവർ ബെഡ് ഉണ്ട്, അതിൻ്റെ ഡയാമീറ്റർ 66 മീറ്റർ ആണ്. പിന്നെ അതിന് ചുറ്റും ഒരു പാത്തുണ്ട് ഇങ്ങനെ. അതിൻ്റെ വിഡ്ത്ത് എത്രയാ? അതും ഇവിടെ തന്നിട്ടുണ്ട് 4 മീറ്റർ ആണ്. ഇനി നമുക്കിവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദിസ് പാത്ത്? ഈ പാത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ എങ്ങനെ ഏരിയ കണ്ടുപിടിക്കുക? ഒരു ഫിഗറിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം നമുക്കതിൻ്റെ ഷേപ്പ് എന്താണെന്ന് അറിയണം അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കാം. ഇതാണ് ഈ പാത്തിൻ്റെ ഷേപ്പ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം? സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ? ഇല്ല, കാരണം ഇവിടുത്തെ ഇൻറ്റീരിയർ പോർഷൻ ഇല്ല. അതുകൊണ്ട് നമുക്ക് സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കാം? ആൾറെഡി നമ്മൾ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഫ്ലവർ ബെഡും ഈ പാത്തും രണ്ടും കൂടെ ഒരുമിച്ച് ഇങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വലിയ സർക്കിൾ കിട്ടും അല്ലേ? ഇപ്പോൾ ഇതൊരു സർക്കിളല്ലേ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് സർക്കുലർ ഫ്ലവർ ബെഡ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു സ്മാൾ സർക്കിൾ കിട്ടും. ഇതിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ വലിയ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ ചെറിയ സർക്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ ഈ പാത്തിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഇതാണ് നമ്മുടെ വലിയ സർക്കിൾ, അതായത് പാത്തും ഫ്ലവർ ബെഡും ഒരുമിച്ചെടുക്കുമ്പോൾ. ഇനി ഈ സർക്കിളിൻ്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക? അത് നമുക്കറിയാം അല്ലേ? ഏരിയ കാണാനുള്ള ഫോർമുലയാണ് πr². ദാറ്റ് ഈസ് ഈക്വൽ ടു π ഇൻറ്റു r ഇൻറ്റു r. പൈ തന്നിട്ടുണ്ട് നമുക്ക് 3.14. റേഡിയസ് എത്രയാണ് ഇവിടെ? അപ്പോൾ ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താ? ഇത്രയും പോർഷനാണ് റേഡിയസ്. പക്ഷേ ഈ റേഡിയസ് നമുക്കിവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. നമുക്ക് തന്നിട്ടുള്ളത് ഈ ഫ്ലവർ ബെഡിൻ്റെ ഡയാമീറ്ററാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കും? എനി ഐഡിയ? നമുക്ക് ആരോടെങ്കിലും ഹെൽപ്പ് ചോദിച്ചാലോ? ഓക്കെ, ഞാൻ ഇവിടെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. ഇതാണ് ചിച്ചു. നമുക്ക് ചിച്ചുവിനോട് ചോദിക്കാം, ഈ ലാർജർ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണെന്ന്. അപ്പോൾ ചോദിക്കുമ്പോൾ ചിച്ചു പറയുക, റേഡിയസ് ഓഫ് ദ ലാർജർ സർക്കിൾ ഈസ് 37 മീറ്റർ. എങ്ങനെ കിട്ടി 37 മീറ്റർ? നമുക്ക് ചിച്ചുവിനോട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. ഓക്കെ, ചിച്ചു ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഡയാമീറ്റർ ഓഫ് ദ ഫ്ലവർ ബെഡ് ഈക്വൽ ടു 66 മീറ്റർ. അത് നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ 66 മീറ്റർ ആണെന്നുണ്ട്. റേഡിയസ് ഓഫ് ദ ഫ്ലവർ ബെഡ് ഈക്വൽ ടു 33 മീറ്റർ. ഡയാമീറ്റർ 66 ആണെങ്കിൽ റേഡിയസ് ഹാഫ് ഓഫ് 66, അപ്പോൾ 33 മീറ്റർ. അപ്പോൾ റേഡിയസ് ഓഫ് ദ ഫ്ലവർ ബെഡ് എന്ന് വെച്ചാൽ ഇവിടെ 33 മീറ്റർ ആണ് അല്ലേ? ഡയാമീറ്റർ എന്ന് വെച്ചാൽ 66, ഈ ഫുൾ ലെങ്ത് ആണ്. റേഡിയസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഫ് ലെങ്ത്. അപ്പോൾ ഫ്രം ഹിയർ ടു ഹിയർ ഇത്രയും വരുള്ളൂ 33 മീറ്റർ. പക്ഷേ നമ്മുടെ ലാർജർ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് പോർഷൻ കൂടി ഇവിടെ വേണം അല്ലേ? അപ്പോൾ അത് കിട്ടാൻ ചിച്ചു എന്താ പറഞ്ഞിരിക്കുന്നത്? വിഡ്ത്ത് ഓഫ് ദ പാത്ത് ഈക്വൽ ടു 4 മീറ്റർ. കണ്ടോ, ഇവിടുത്തെ ഈ കുറച്ച് പോർഷൻ്റെ ഇത്രയും ഭാഗത്തിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ അത് വിഡ്ത്ത് ഓഫ് ദ പാത്താണ്. അപ്പോൾ ഈ ലാർജർ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഈ ഫ്ലവർ ബെഡിൻ്റെ റേഡിയസും ഈ പാത്തിൻ്റെ വിഡ്ത്തും കൂടെ ചേർന്നതാണ്. അങ്ങനെയാണ് ചിച്ചുവിന് റേഡിയസ് ഓഫ് ദ ലാർജർ സർക്കിൾ ഈക്വൽ ടു 33 മീറ്റർ പ്ലസ് 4 മീറ്റർ ഈക്വൽ ടു 37 മീറ്റർ കിട്ടിയത്. അപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ, ഇവിടെ 3.14 ഇൻറ്റു 37 മീറ്റർ ഇൻറ്റു 37 മീറ്റർ. ഇത് ചെയ്യുമ്പോൾ ലാർജർ സർക്കിളിൻ്റെ
ഏരിയ കിട്ടും. ഇനി സ്മാളർ സർക്കിളിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ഫ്ലവർ ബെഡിൻ്റെ ഏരിയ അല്ലേ, അതും സർക്കുലർ ഷേപ്പിലാണല്ലോ. അപ്പോൾ ഇവിടെയും ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോമുല പൈ ആർ സ്ക്വയർ തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ. പൈ ഈസ് 3.14. റേഡിയസ് എത്രയാണ് നമുക്ക് ഓൾറെഡി അറിയാം, 33 മീറ്റർ. അപ്പോൾ 33 മീറ്റർ ഇൻറ്റു 33 മീറ്റർ. ഇത് ചെയ്യുമ്പോൾ സ്മാളർ സർക്കിളിൻ്റെ ഏരിയ കിട്ടും. അതിനുശേഷം ലാർജർ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് സ്മാളർ സർക്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ആവശ്യമായ പാത്തിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ആദ്യം സ്മാളർ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം, അതായത് ഫ്ലവർ ബെഡിൻ്റെ. അപ്പോൾ നമുക്ക് എഴുതാം diameter of the smaller circle equal to 66 meter. So radius of the smaller circle equal to radius is half of the diameter. So 66 meter divided by 2 equal to 33 meter. Now area of the smaller circle equal to formula എന്താ, പൈ ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഈസ് 3.14 ഇൻറ്റു ആർ ഈസ് 33 മീറ്റർ ഇൻറ്റു 33 മീറ്റർ. ഇനി നമുക്കിതെല്ലാം മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം നമുക്ക് 33 ഇൻറ്റു 33 ചെയ്യാം. 33 ഇൻറ്റു 33, 3 3s are 9, 3 3s are 9. സെയിം തന്നെ നമുക്ക് കിട്ടും. 3 3s are 9, 3 3s are 9. ആഡിങ് 9, 9 plus 9, 18, 9 plus 1, 10. That is equal to 3.14 ഇൻറ്റു 33 ഇൻറ്റു 33 നമുക്ക് കിട്ടിയത് 1089. ദാറ്റ് ഈസ് 1089 മീറ്റർ ഇൻറ്റു മീറ്റർ ഇറ്റ് ഈസ് മീറ്റർ സ്ക്വയർ. അടുത്തത് നമുക്ക് 3.14 ആൻഡ് 1089 ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. 1089 മൾട്ടിപ്ലൈഡ് ബൈ 314. 4 9s are 36, 4 8s are 32, 32 plus 3 35, 4 0 0, 0 plus 3 3, 4 1s are 4. ഇവിടെ നമുക്ക് 1 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതേ നമ്പർ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും, 9801. അടുത്ത് 3 9s are 27, 3 8s are 24 plus 2 26, 3 0 0, 0 plus 2 2, 3 1s are 3. Adding 6, 9 plus 5 14, 7 plus 8 15, 15 plus 3 18, 18 plus 1 19, 6 plus 4 10, 10 plus 1 11, 2 plus 1 plus 1 it is 4, then 3. That is equal to നമുക്കിവിടെ എത്ര കിട്ടുന്നത്, 34196. ഇനി നമുക്ക് ഡെസിമൽ ഇടണം. അതിന് ഇവിടെ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ഉണ്ട്. അപ്പോൾ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് 1 2 ഇവിടെ ഡെസിമൽ ഇടാം.
ദാറ്റ് മച്ച് മീറ്റർ സ്ക്വയർ. അപ്പോൾ സ്മാളർ സർക്കിളിൻ്റെ ഏരിയ നമുക്കിവിടെ കിട്ടുന്നത് 3419.46 മീറ്റർ സ്ക്വയർ. ഇനി അടുത്തത് നമുക്ക് ലാർജർ സർക്കിളിൻ്റെ ഏരിയ കാണാം. റേഡിയസ് ഓഫ് ദ ലാർജർ സർക്കിൾ. ഇവിടെ ഞാൻ റേഡിയസ് ഡിനോട്ട് ചെയ്യാൻ R തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു സെയിം ക്വസ്റ്റ്യനിൽ 2 റേഡിയസ് വരുമ്പോൾ വേണമെങ്കിൽ ഒരു റേഡിയസ് R1 അടുത്തത് R2 ഇങ്ങനെയും എടുക്കാം. പക്ഷെ ഞാനിവിടെ സിംപ്ലി R തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 37 മീറ്റർ. ഇതെങ്ങനെ കിട്ടിയെന്നത് ആൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി ഏരിയ ഓഫ് ദ ലാർജർ സർക്കിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ലാർജർ സർക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലവർ ബെഡും പാത്തും കൂടെ ചേർന്നതാണ്. ഫോർമുല എന്താ? ഫോർമുല പൈ ആർ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ ഇൻറ്റു ആർ. That is equal to pi is 3.14 into r is, that is radius 37 meter into 37 meter. ആദ്യം നമുക്ക് 37 into 37 കണ്ടുപിടിക്കാം. 7 sevens are 49, 7 threes are 21, 21 plus 4, 25. 3 sevens are 21. 3 threes are 9, 9 plus 2, 11. Adding 9, 1 plus 5, 6, 1 plus 2, 3, 1. That is equal to 3.14 into 1369. That is 1369. That much meter into meter, it is meter square. ഇനി നമുക്ക് 3.14 and 1369 മൾട്ടിപ്ലൈ ചെയ്യണം. 1369 multiplied by 314. 4 nines are 36. 4 6 are 24. 24 plus 3, 27. 4 3s are 12, 12 plus 2, 14. 4 1s are 4, 4 plus 1, 5. അടുത്ത 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ സെയിം നമ്പർ ഇവിടെ എഴുതിയാൽ മതി. 9 6 3 1. അടുത്തത് 3 9s are 27, 2. 3 6 are 18, 18 plus 2, 20. 3 3s are 9, 9 plus 2, 11. 3 1s are 3, 3 plus 1, 4. Adding 6, 9 plus 7, 16. 6 plus 4, 10, 10 plus 1, 11, 11 plus 7, 18. 1 plus 5, 6, 6 plus 3, 9. 1 plus 1, 2, 4. That is equal to 4, 2, 9, 8, 6, 6. ഇനി ഡെസിമൽ ഇടാൻ ഇവിടെ ഡെസിമലിന് ശേഷം 2 ഡിജിറ്റ്സ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസറിലും റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് കൗണ്ട് ചെയ്യുമ്പോൾ 1, 2 ഇവിടെ ഡെസിമൽ ഇടണം. ദാറ്റ് മച്ച് മീറ്റർ സ്ക്വയർ. അപ്പോൾ ലാർജർ സർക്കിളിൻ്റെ ഏരിയ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 4298.66 മീറ്റർ സ്ക്വയർ. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? നമുക്ക് പാത്തിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഈ ലാർജർ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് സ്മാളർ സർക്കിളിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ പാത്തിൻ്റെ ഏരിയ കിട്ടും. അപ്പോൾ നമുക്ക് ചെയ്യാം. therefore area of the path equal to
equal to area of the larger circle minus area of the smaller circle. That is equal to larger circle area എത്രയാണ് 4298.66. അപ്പോൾ നമുക്ക് എഴുതാം 4298.66 മീറ്റർ സ്ക്വയർ മൈനസ് സ്മാളർ സർക്കിളിൻ്റെ ഏരിയ 3419.46. 3419.46 മീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് ഈ സബ്ട്രാക്ഷൻ ചെയ്യണം. Six minus 6, 0. 6 minus 4, it is 2. ഇവിടെ 8 minus 9. 8 9നേക്കാൾ സ്മാളർ അല്ലേ? അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 9ൽ നിന്നൊന്ന് ബോറോ ചെയ്യണം. അപ്പോൾ ഈ 9 8 ആവും, ഇത് 18 ആവും. 18 minus 9, it is 9. 8 minus 1, it is 7. Now 2 minus 4. 2 4നേക്കാൾ സ്മാളർ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 4ൽ നിന്ന് 1 ബോറോ ചെയ്യാം. അപ്പോൾ 4 എന്താവും? 3 ആവും. ഇവിടെ 12. 12 minus 4, it is 8. 3 minus 3, 0. That is equal to, അപ്പോൾ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 879.20. that much മീറ്റർ സ്ക്വയർ. അപ്പോൾ നമുക്കിവിടെ ഏരിയ ഓഫ് ദ പാത്ത് കിട്ടിയിരിക്കുന്നത് 879.20 മീറ്റർ സ്ക്വയർ. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഞാൻ ലാർജർ സർക്കിളിൻ്റെ റേഡിയസിനെ R1 എന്നും സ്മാളർ സർക്കിളിൻ്റെ റേഡിയസിനെ R2 എന്നുമാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ദ പാത്ത് ഈക്വൽ ടു, നമുക്കറിയാം, ഏരിയ ഓഫ് ദ ലാർജർ സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ദ സ്മാളർ സർക്കിൾ. ഇനി ഫോർമുല എഴുതുമ്പോൾ ഏരിയ ഓഫ് ദ ലാർജർ സർക്കിൾ എന്ന് വെച്ചാൽ നമ്മൾ പൈ ആർ സ്ക്വയർ എന്ന് എഴുതുന്നതിന് പകരം ഇവിടെ പൈ R1 സ്ക്വയർ എന്ന് എഴുതണം. അതുപോലെ സ്മാളർ സർക്കിളിൻ്റെ ഏരിയയ്ക്ക് പൈ R2 സ്ക്വയർ എന്ന് എഴുതണം. റിമൈനിങ് പാർട്ടെല്ലാം സെയിം തന്നെയാണ്. R1ന് പകരം 37 മീറ്റർ എന്ന് എഴുതാം, R2ന് പകരം 33 മീറ്റർ എന്ന് എഴുതാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 879.20 മീറ്റർ സ്ക്വയർ കിട്ടും. അല്ലെങ്കിൽ ലാർജർ സർക്കിളിൻ്റെ റേഡിയസിനെ ക്യാപിറ്റൽ ആർ എന്നും സ്മാളർ സർക്കിളിൻ്റെ റേഡിയസിനെ സ്മാൾ ആർ എന്നും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഫോർമുല എഴുതുമ്പോൾ നമുക്ക് പൈ R1ന് പകരം ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് പൈ R2ന് പകരം സ്മാൾ ആർ സ്ക്വയർ, ഇങ്ങനെയാണ് എഴുതേണ്ടത്. റിമൈനിങ് കാൽക്കുലേഷൻസ് എല്ലാം സെയിം തന്നെയാണ്. ക്യാപിറ്റൽ ആറിന് പകരം 37 എഴുതാം, സ്മാൾ ആറിന് പകരം 33 എഴുതാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.